ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മക്കു മക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നതാണ്. എന്താ വെച്ചാൽ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു മൂവി റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രണ്ട് സിനിമകളാണ് റിലീസായിട്ടുള്ളത്. ഒന്ന് ARM, ടൊവിനോ തോമസിൻ്റെ അജയൻ്റെ രണ്ടാം മോഷണവും, പിന്നെ ആസിഫ് അലിയുടെ കിഷ്കിന്ത കാണ്ഡവും. അപ്പോൾ ഞാനിന്ന് എല്ലാവരും ഇന്ന് ARMൻ്റെ പിന്നാലെയാണ്. കാരണം എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോകളാണുള്ളത്. അപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞ് കണ്ടത് നമ്മളെ ആസിഫ് അലീൻ്റെ പടത്തിന്. അപ്പോൾ അന്ന് സെക്കൻഡിന് നമ്മളെ മഞ്ചേരി സിനിമാക്സിൽ പോയിട്ട് സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുഡ്വിൽ എൻ്റർടൈൻമെൻ്റ് ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച്, പിന്നെ ഡയറക്ടർ പേര് ദിൻജിത്ത് അയ്യത്താൻ, അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ ഒരു ആസിഫ് അലിയുടെ ചിത്രമായ കക്ഷി അമ്മിണിപ്പിള്ള പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നല്ലോ, അതും മൂപ്പര് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണ്. ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ കേട്ടോ, അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂവിയിലേക്ക് കിടക്കാം. ജോജു ജോർജ് നായകനായ ഇരട്ട എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിന് ശേഷം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടില മൂവിയാണ് പിന്നെ കിഷ്കിന്ത കാണ്ഡം. കാരണം ആ സ്ക്രിപ്റ്റ് ലെവല് പോയിരിക്കുന്നത് ആ രീതിയിലാണ്. ഈ ബാഹുൽ രമേശ് എന്ന ഒരാളാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇതിൻ്റെ തന്നെ, ഈ സിനിമയുടെ തന്നെ സിനിമാറ്റോഗ്രാഫറാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ സ്ക്രിപ്റ്റിലേക്ക് വന്ന് എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ മുന്നേ തന്നെ 2-3 പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതായത് ഈ സിനിമാറ്റോഗ്രാഫറായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ പടങ്ങളാണ് അധികമായിട്ട് ചെയ്തിട്ടുള്ളത്. 4 ആസിഫ് അലിയുടെ പടങ്ങളാണ്. ഒന്ന് നമ്മളെ മന്ദാര, അതുപോലെ തന്നെ മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമ ഉണ്ടല്ലോ, അത് മൂപ്പരയാണ്. അതിൽ ആസിഫ് അലി ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വരുന്നത് കക്ഷി അമ്മിണിപ്പിള്ള, അതുപോലെ തന്നെ ഇന്നലെ വരെ. ഈ മൂവികളാണ് അദ്ദേഹം ക്യാമറ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷം സ്ക്രിപ്റ്റിലേക്ക് കടന്ന ഒരു മൂവിയാണ് കിഷ്കിന്ത കാണ്ഡം. സിനിമ തുടങ്ങിയിട്ട് പിന്നെ ആദ്യ പകുതിയിൽ ഈ സിനിമ ഒരു ഒരു മെല്ലെ രീതിയിലാണ് സിനിമയുടെ കഥ ഇത് പോകുന്നത്. പക്ഷേ ആ ഓരോ സീനുകൾ മാറുന്തോറും പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള കഴിവ് ആ സ്ക്രിപ്റ്റിനും സിനിമയ്ക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് വിജയരാഘവൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഈ അടുത്ത് ഞാൻ ഇതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടത് പൂക്കാലം എന്ന സിനിമയിലാണ്. അതിനുശേഷം ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ്, അതുപോലെ തന്നെ നായകനായ ആസിഫ് അലിയും നായികയായിട്ടുള്ള അപർണ ബാലമുരളിയും. ഇതിന് പുറമെ കുറേ പിന്നെ അഭിനേതാക്കളുണ്ട് കേട്ടോ. മേജർ രവി, ജഗദീഷ്, അശോകൻ, അതുപോലെ തന്നെ രമേശ് കോട്ടയം, പിന്നെ നിഷാനൊക്കെ അതിൽ വേറെ രീതിയിൽ വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നേ ചെയ്ത പടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ ഫ്ലോപ്പായിട്ടുള്ള സിനിമകളാണ്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വന്ന സീനുകളുണ്ടല്ലോ, പക്ക. എനിക്ക് ആദ്യം അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു, പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തെ കറക്റ്റ് മനസ്സിലായത്. കാരണം പണ്ടത്തെ സിനിമകളിൽ അദ്ദേഹം ഒരു മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം തടിച്ച് ഫുള്ള് ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ലെവലിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലിയൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ ആക്ടിങ് ഒക്കെ. കാരണം ഈ വർഷങ്ങളിൽ ഇപ്പോൾ ഇറങ്ങിയ തലവനായിക്കോട്ടെ, ലെവൽ ക്രോസ് ആയിക്കോട്ടെ, പല ജോണറിലുള്ള മൂവികൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവി തന്നെയാണ് കിഷ്കിന്ത കാണ്ഡവും. അപ്പോൾ കഥ ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ഹാഫ് നിർത്തിയത് വരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എഡിറ്റിലാണ് നിർത്തിയിട്ടുള്ളത്. നമുക്കിത് എന്താണ്, ഏതാണ്, എങ്ങനെയാണെന്നുള്ളൊരു ആകാംക്ഷ ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലെത്തിക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഇങ്ങനെ സിനിമ സെക്കൻഡ് ഹാഫിങ് മുന്നോട്ട് പോകുമ്പോൾ ചുറ്റും നമ്മൾ ആൾക്കാരെ ഒന്നും നോക്കാതെ ഫുള്ള് ആ സിനിമയിലേക്ക് അങ്ങോട്ട് ലയിച്ചു പോവുക. ആ ഒരു സാഹചര്യത്തിലേക്ക് ആ സിനിമ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ അത് കഴിഞ്ഞ് ക്ലൈമാക്സ് ഉണ്ടല്ലോ, ക്ലൈമാക്സാണ് ആ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുക, ഈ ഇരട്ട അല്ലെങ്കിൽ മഹാരാജ പോലെയുള്ള സിനിമകളുണ്ടല്ലോ, അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് കിഷ്കിന്ത കാണ്ഡത്തിൻ്റെ. ഇതിൻ്റെ മുന്നേ നമ്മളെന്ത് ചെയ്യുക, എത്ര സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും എന്താ പറയുക, ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു വെറൈറ്റി സാധനം ഉണ്ടല്ലോ, നമ്മളൊരു വെറൈറ്റി സാധനം എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു പീക്ക് ലെവലിൽ
ഈ കിഷ്കിന്ത കാണ്ഡം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ ക്ലൈമാക്സിൻ്റെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചും 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 എന്നാണ് അടിച്ച് മിന്നി പോകുമ്പോൾ നമ്മളെ കിളികൾ ഇങ്ങനെ മാറും. ആ ഒരു ലൂപ്പിലേക്ക്, അവരുടെ ആ സാഹചര്യത്തിൻ്റെ ലൂപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സ്പോയിലറൊന്നും ആക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും തിയേറ്റർ പോയി കാണേണ്ട ഒരു കിടിലം മൂവി തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം.